നമ്മുടെ ഇന്നത്തെ പരിപാടി പനീർ വെച്ചൊരു കറി ഉണ്ടാക്കിയാണ്, പനീർ മസാല. അതിനുവേണ്ടി ഒരു 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. കുറച്ചൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഇത് അല്പനേരം ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്. സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. തക്കാളി 2 എടുത്ത് അരച്ച് പേസ്റ്റാക്കി റെഡിയാക്കി വെക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ജീരകവും ചേർക്കാം. അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വഴറ്റിയെടുക്കാം. അതിനോടൊപ്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, മുളക് പൊടിയൂടെ ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റോടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനോടൊപ്പം പനീർ ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ പനീർ ഇട്ട് വെച്ചിരുന്ന വെള്ളം കൂടെ ചേർത്ത് കുറച്ചൊന്ന് ലൂസാക്കി വേവിക്കാം. ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം തേങ്ങാപ്പാൽ കൂടി ചേർക്കും. തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുത്തു. ഇത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം, തൈര് ചേർക്കാം, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അരച്ച് പേസ്റ്റാക്കി അത് ചേർക്കാം. ഇവിടെ ഞാനിപ്പം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് തിളച്ച് വെന്തതിന് ശേഷം തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയൂടെ ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റുള്ള ഒരു പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയോടൊപ്പമോ പൊറോട്ടയോടൊപ്പമോ ഒക്കെ വളരെ ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇന്നുണ്ടാക്കിയത്.